പാവനാത്മശക്തിയാൽ നിറഞ്ഞുണർന്നിടാം. വന്നണഞ്ഞിതാ സുവർണ ജൂബിലി, ഹൃദയ വീണമീട്ടി വചനഗീതകങ്ങളാൽ പാടിടാം സുവർണ ജൂബിലി. പാവനാത്മശക്തിയാൽ നിറഞ്ഞുണർന്നിടാം. വന്നണഞ്ഞിതാ സുവർണ ജൂബിലി, ഹൃദയ വീണമീട്ടി വചനഗീതകങ്ങളാൽ പാടിടാം സുവർണ ജൂബിലി. പാടിടാം സുവർണ ജൂബിലി, ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പാടിടാം സുവർണ ജൂബിലി, ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പോയ കാലങ്ങളിൽ ദൈവം നൽകിയ നന്മകൾക്കു നന്ദിയേകിടാം. അവിടുത്തെ പാതയിൽ നീങ്ങാതെ വന്നതാം വീഴ്ചകൾക്കു മാപ്പിറങ്ങിടാം. 5 പതിറ്റാണ്ടുകൾക്കു മുമ്പുണർന്നതാം വചനദീപനാള ശോഭ പുൽകി. പുത്തനാം കരുത്തു നേടിയെത്ര സോദര കർത്താവിനു സ്നേഹ സാക്ഷ്യമേകി. പാടിടാം സുവർണ ജൂബിലി, ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പാടിടാം സുവർണ ജൂബിലി, ഏകിടാം പ്രാർത്ഥനാഞ്ജലി. ശക്തമാം നവീകരണത്തിൻ്റെ പാത തന്നിൽ ഉൾക്കരുത്തു നേടി നീങ്ങുവാൻ, തിരുവചനത്തിൻ പൊരുൾ പങ്കുവെച്ചു നൽകുവാൻ ദൈവം തെരഞ്ഞെടുത്തവർ. നമ്മെ നയിച്ചിടുവാൻ കൈപിടിച്ചവർ, മുൻപേ നടന്നകന്നു പോയവർ. ഏവരെയും യേശുവിൻ തൃക്കരങ്ങളിൽ സ്നേഹമോടെ സമർപ്പിച്ചിടാം. പാടിടാം സുവർണ ജൂബിലി, ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പാടിടാം സുവർണ ജൂബിലി, ഏകിടാം പ്രാർത്ഥനാഞ്ജലി. നവീകരണ പ്രസ്ഥാനങ്ങൾ നമ്മൾ എന്തുമാത്രം പരസ്പരമുള്ള കൂട്ടായ്മയിലേക്കും പരസ്പരമുള്ള ഐക്യത്തിലേക്കും കൂട്ടായ്മയിലേക്കും നയിച്ചു എന്ന് നമുക്ക് തീർച്ചയായിട്ടും ആലോചിക്കേണ്ട വിഷയമാണ്. നമുക്കറിയാം, നവീകരണ പ്രസ്ഥാനം ആരംഭിച്ചത് മുതൽ എത്രയോ കൂട്ടായ്മകൾക്ക് നമ്മൾ കേരളത്തിൽ നിന്നും രൂപം കൊടുത്തു എന്നുള്ളത്. ജനിച്ചു വീണ കുഞ്ഞുങ്ങൾക്ക് ശേഷം തുടങ്ങിയുള്ള അവിടുന്ന് പ്രോ ലൈഫ് തുടങ്ങി, കുഞ്ഞു മാലാക തുടങ്ങി, ഏഞ്ചൽസ് ആർമി തുടങ്ങി, ഒരു വീട്ടിൽ ആരംഭിച്ച ക്രിസ്ത്യൻ തുടങ്ങി, വളരെ പ്രഗത്ഭരായ അല്ലെങ്കിൽ ബുദ്ധിമാന്മാരായ യുവാക്കന്മാർ ചേർന്ന് ആരംഭിച്ച ജീസസ് യൂത്ത് മൂവ്മെൻറ്റ് തുടങ്ങി എത്രയോ പ്രസ്ഥാനങ്ങൾ നമ്മൾ ഈ നവീകരണത്തിലൂടെ നമുക്ക് രൂപം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് നന്ദിയോടെ നമ്മൾ ഓർക്കേണ്ടതാണ്. നമ്മൾ രൂപം കൊടുത്ത കൂട്ടായ്മകൾ, നമ്മെ നവീകരിക്കാൻ പ്രേരിപ്പിച്ച കൂട്ടായ്മകൾ ഇന്ന് നമുക്ക് മറ്റുള്ളവരുടെ നവീകരണത്തിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ, അതോ നവീകരിക്കപ്പെട്ടവരുടെ മാത്രം ഒരു കൂട്ടായ്മയായിട്ട് ഒരുമിച്ച് ചേർന്ന് വീണ്ടും നവീകരിച്ച് നമ്മളിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണോ എന്നൊക്കെയുള്ളൊരു തുറവിയോടുകൂടെ ചിന്ത എൻ്റെ അഭിപ്രായത്തിൽ ഈ 50 വർഷം കൂടുമ്പോൾ നമുക്കുണ്ടാവണം എന്നാണ് എൻ്റെ വലിയ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ കൂട്ടായ്മകളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞത്. ഒരുപക്ഷേ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കിയതിൻ്റെ ആ ഒരു ആവേശവും ആ ഒരു സന്തോഷവും ആ ഒരു വലിയ ശക്തിയുമൊക്കെ
നമ്മുടെ സ്വന്തം ആ ഒരു കൂട്ടായ്മകളിലൊക്കെ ഒതുങ്ങി നിൽക്കുന്നില്ലേ? അതുതന്നെ മറ്റുള്ളവർക്ക് ഒരുപക്ഷെ കൂടിച്ചേരാനായിട്ടൊരു തടസ്സമാവുന്നില്ലേ? അതെവിടെയെങ്കിലും ചെറിയൊരു എതിർസാക്ഷ്യമാവുന്നില്ല എന്നൊക്കെയുള്ള ചിന്ത പരിശുദ്ധാത്മാവ് നമ്മളും എല്ലാവരുമായി ചർച്ച ചെയ്യണം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കൂട്ടായ്മകൾ എപ്പോഴും കൂട്ടിച്ചേർക്കാനുള്ളതാണ്. അത് കൂട്ടിക്കുഴയ്ക്കാനുള്ളതുമല്ല, കൂട്ടിക്കിഴിക്കാനുള്ളതുമല്ല, അത് കൂട് പിരിക്കാനുള്ളതുമല്ല. അത് കൂട്ടി ചേർക്കാനുള്ളതാണ്. അങ്ങനെ കൂട്ടി ചേർക്കുന്ന കൂട്ടായ്മകൾക്കും ഒരു പൊതു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ പൊതു ലക്ഷ്യമെന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അയക്കപ്പെട്ടുവോ ആ ലക്ഷ്യം ഒരു നവീകരണ പ്രസ്ഥാനത്തിലൂടെ അംഗമായതിലൂടെ കൂടുതൽ ശക്തിയോടെ, കൂടുതൽ ധൈര്യത്തോടെ, കൂടുതൽ ആവേശത്തോടെ, കൂടുതൽ താല്പര്യത്തോടെ, കൂടുതൽ ബോധ്യത്തോടെ ഈ ലോകത്തോട് പ്രഘോഷിക്കുക എന്നുള്ളതാണ്. ഇപ്രകാരം പരിശുദ്ധാത്മാവും നമുക്കൊരു സ്വാതന്ത്ര്യം തരുന്നുണ്ട്, സ്വതന്ത്രമായി പ്രഘോഷിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം. ഈ സ്വതന്ത്രമായി നമ്മൾ പ്രഘോഷിക്കുന്ന ഈ സ്വാതന്ത്ര്യം വഴിയായിട്ട് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന കൂട്ടായ്മകൾ നമ്മുടെ സമൂഹത്തിൽ രൂപം കൊള്ളുന്നുണ്ടോ, അവർ നമ്മളൊക്കെ ഒരു ഏക സമൂഹമാവുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത ഒരുപക്ഷെ പ്രസക്തമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പ്രത്യേക കാരുണ്യത്താൽ നമുക്ക് കേരളത്തിനകത്തും കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് പല സ്ഥലങ്ങളിലും നടക്കുന്ന കൂട്ടായ്മകളെക്കുറിച്ചും കൂട്ടായ്മകൾ അല്പമൊക്കെ പങ്കുചേരാനൊക്കെ ഒരു അവസരം കിട്ടിയ ഒരു എളിയവൻ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ വേദന പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. നമ്മുടെ കൂട്ടായ്മകൾ നമ്മുടെ പൊതുസമൂഹത്തിനൊരു സാക്ഷ്യമായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ്. സമൂഹത്തിന് സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു സാക്ഷ്യമാവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും കൂട്ടായ്മകൾ തമ്മിലുള്ള അസ്വസ്ഥതകൾ നമ്മുടെ കൂടിച്ചേരലിന് തടസ്സമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ അരൂപി പ്രവർത്തിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നത് കൂടിച്ചേരാനും കൂട്ടിച്ചേർക്കാനും വേണ്ടിയിട്ടാണ്. അത് മാറ്റി നിർത്താനല്ല, അകറ്റി നിർത്താനല്ല, പിരിച്ചുവിടാനല്ല. ഒരേ ഒരു ലക്ഷ്യം എല്ലാവർക്കും ഉള്ളൂ, ഒരേ ലക്ഷ്യം. ആ ലക്ഷ്യം ആരിലൂടെ സാധിക്കുന്നു എന്നുള്ളത് അപ്രസക്തമാണ്, ആര് എന്നുള്ളതും അപ്രസക്തമാണ്. മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തു എന്ന് പറഞ്ഞ അപ്പസ്തോലന്മാരുടെ പാരമ്പര്യമാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ കൂട്ടായ്മയുടെ യശസ്സോ, നമ്മുടെ കൂട്ടായ്മയുടെ ഖ്യാതിയോ, നമ്മുടെ കൂട്ടായ്മയുടെ ബലമോ ഒന്നുമല്ല, അതെല്ലാം അപ്രസക്തങ്ങളാണ്. പ്രസക്തമായിട്ടുള്ളത് നമ്മുടെ കൂടിച്ചേരലിലൂടെയും നമ്മുടെ പ്രാർത്ഥനയിലൂടെയും നമ്മുടെ നവീകരണ അനുഭവങ്ങളിലൂടെയും മറ്റുള്ളവർക്ക് ഒരു പ്രകാശം ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെ പ്രകാശം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾക്ക് പ്രകാശമില്ല എന്നുള്ളതാണ്. കാരണം പ്രകാശിച്ചാൽ പ്രശോഭിക്കണം, പ്രകാശിക്കുന്നതെല്ലാം പ്രശോഭിക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ പ്രകാശിക്കുന്നതെല്ലാം പ്രശോഭിക്കുന്നുണ്ടോ? ഒരു ആത്മശോധനയുടെ വിഷയം കൂടിയാണ്. ഞാൻ തുടക്കത്തിൽ ഒരു നെഗറ്റീവ് നോട്ടിൽ ആരംഭിച്ചു എന്ന് തോന്നരുത്. എന്നിരുന്നാൽ പോലും നമുക്ക് ചിലപ്പോഴെങ്കിലും ചില കാര്യങ്ങൾ തുറന്ന് ഒന്ന് ചിന്തിക്കാൻ സഹായകമാവണം. അതും പ്രത്യേകിച്ച് പുറത്തുനിന്ന് ആളുകൾ ഇതിനെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നുള്ളത് കാണാൻ സഹായകമാവണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് സൂചിപ്പിച്ചത്. ഒരുപക്ഷെ കൂട്ടായ്മകളുടെ തുടക്കം നമ്മളെല്ലാവരും ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. ആ കൂട്ടായ്മകൾക്ക് 4-5 ലക്ഷണങ്ങളാണ് ഉണ്ടായിരുന്നത്. 1, അവർ താല്പര്യപൂർവം. 2, അവർ അനുദിനം. 3, അവർ ഏക മനസ്സോടെ. 4, ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി. 5, ഭവനം തോറും അപ്പം മുറിച്ചു. എന്നിട്ട് അവിടെയോ ഹൃദയലാളിത്യവും ആഹ്ലാദവും, അതോടുകൂടി ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടി ഭക്ഷണത്തിൽ പങ്കുചേർന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. നമ്മളെല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുന്നുണ്ടോ? എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവണ്ടേ നമ്മുടെ ശുശ്രൂഷകൾ? കാരണം എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ ക്രിസ്തു. നമ്മുടെ ആരുടെയെങ്കിലും സ്വന്തമായിട്ട് മാത്രമുള്ളതാണോ? നമുക്ക് സ്വന്തമായിട്ട് അനുഭവിച്ച് സ്വന്തമായിട്ട് രക്ഷ, വേറെ ആർക്കും രക്ഷയില്ല. എനിക്ക് മാത്രം രക്ഷ, എൻ്റെ കുടുംബത്തിന് രക്ഷ, എൻ്റെ കൂട്ടായ്മയ്ക്ക് രക്ഷ
എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ഉള്ളിലേക്ക് വലിഞ്ഞ് ഒരു 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 സ്വാർത്ഥതയുടെ തലത്തിൽ ഒരു സ്വന്തം കൂടായിട്ട് മാറാനുള്ളതാണോ? അതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രകാശിക്കുന്നില്ല എന്നാണ്. ഞങ്ങൾ പ്രകാശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല എന്നാണ്. നമ്മൾ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, വേറെ ഒരു ആത്മാവാണ്. കാരണം ഭിന്നിപ്പിൻ്റെ ആത്മാവാണ് നമ്മുടെ മുമ്പിലുള്ളത്, നമ്മുടെ ഉള്ളിലുള്ളത്. സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും ആത്മാവാണ് എന്നുണ്ടെങ്കിൽ ആ ആത്മാവുള്ളിടത്ത് എപ്പോഴും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു അരൂപിയാണ് പ്രവർത്തിക്കുക. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു അരൂപി. അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മാനത്തിലേക്ക് നമുക്ക് കടന്നു വരണം. ആകെ നമ്മളുള്ളത് എന്തുമാത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങളെ പ്രതി, നമ്മൾ കൊച്ചു കൊച്ചു താല്പര്യങ്ങളെ പ്രതി നമ്മൾ കൂട്ടമായി അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പുകളായി നമ്മളിങ്ങനെ മാറി ഒതുങ്ങി ചേർന്ന് ആരെയും കൂട്ടിച്ചേർക്കാതെ മാറി നിൽക്കുന്ന അവസ്ഥ, അത് എൻ്റെ അഭിപ്രായത്തിൽ ഈശോയ്ക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ വേദനിക്കുക ചെയ്യുക. നമ്മുടെ ഉള്ളിലിരുന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്ന് മുറി അടച്ചിരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുന്നതിനപ്പുറത്തേക്ക് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന വലിയൊരു സാക്ഷ്യം, ഒട്ടായാലച്ചനത പറഞ്ഞുകൊണ്ടിരുന്നത്, ആ സാക്ഷ്യം ഉണ്ടാവോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബലമായ സംശയമുണ്ട്. ആ സമൂഹങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരെക്കുറിച്ചുള്ള സാക്ഷ്യത്തെക്കുറിച്ച് ഞാൻ കേട്ടതുകൊണ്ടാണ് ഞാൻ ഈ വേദന പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ നമ്മുടെ സ്വന്തം ഗ്രൂപ്പുകളല്ല. നമ്മൾ പൊതുസമൂഹത്തിൽ കാണുന്ന ഗ്രൂപ്പുകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗ്രൂപ്പുകളുണ്ട്, നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് ഗ്രൂപ്പുകളുണ്ട്, സമൂഹ മുന്നേറ്റങ്ങൾക്ക് ഗ്രൂപ്പുകളുണ്ട്. എല്ലായിടത്തും ഗ്രൂപ്പിസത്തിൻ്റെ ഒരു പ്രവണതയാണ്. ആ പ്രവണത നാം അറിയാതെ നമ്മുടെ ഈ നവീകരണ പ്രസ്ഥാനങ്ങളിലേക്കും കടന്നു വന്നില്ലേ എന്നുള്ളൊരു വേദനയാണ് എൻ്റെ മനസ്സിലുള്ളത്. വളരെ പ്രത്യേകിച്ച് ഭാരതത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന ചില മേഖലകളിലെങ്കിലും അത് വലിയൊരു എതിർസാക്ഷ്യം നമുക്ക് ആവുന്നുണ്ട് എന്ന് വേദനയോടെ നമ്മൾ തിരിച്ചറിയുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ഈ ഒരു 50 വർഷത്തെ ഗോൾഡൻ ജൂബിലിയുടെ ഒരു തീരുമാനം എന്നുള്ള നിലയ്ക്ക് ഒരു ഗോൾഡൻ തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയണം. ആ ഗോൾഡൻ റൂള് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മിൽ പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് ഒന്നിപ്പിക്കലിൻ്റെ ആത്മാവാണ്, ഭിന്നിപ്പിക്കലിൻ്റെ ആത്മാവല്ല. ആ പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർക്കലിൻ്റെ ആത്മാവാണ്, കൂട്ടം പിരിക്കുന്നതിൻ്റെ ആത്മാവല്ല. ആ പരിശുദ്ധാത്മാവ് എല്ലാവരുടെയും സംപ്രീതിക്ക് പാത്രമാകുമാറ് നമ്മിലൂടെ പ്രശോഭിക്കുന്ന പരിശുദ്ധാത്മാവാണ്. നമ്മുടെ പ്രകാശമായിട്ട് നമ്മൾ ഒതുങ്ങി നിൽക്കുന്ന പരിശുദ്ധാത്മാവല്ല. നമുക്ക് മാത്രം പ്രകാശം കിട്ടാൻ മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കുന്ന പരിശുദ്ധാത്മാവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചൊരു ഒരു 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 തിരുത്തി വായന നടത്തേണ്ടിയിരിക്കുന്നു, ഒരു പൊളിച്ചെടുത്ത് നടത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ കൂട്ടായ്മയ്ക്ക് വേണ്ടി തന്ന ആ ഒരു ഘടകങ്ങൾ ഒരിക്കലും മറക്കരുത്. ഒന്ന്, ഏക മനസ്സായിരിക്കണം. ഈ വിശ്വാസികളുടെ സമൂഹം ഏക മനസ്സ് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷണം. അവർക്ക് ഏക മനസ്സായിരുന്നു. ഇന്ന് നമ്മുടെ ഇടവകകൾ എടുത്തു നോക്കിയാൽ മതി. നമുക്ക് ഇടവകയിൽ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാനുണ്ട്. ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പാട്ട് പാടുന്നുണ്ട്. പക്ഷെ ഒരുമയോടെയാണോ നമ്മൾ അവിടെ നിൽക്കുക? ഒരുമയോടെയാണോ നമുക്ക് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കുക? ഒന്ന് ആത്മപരിശോധനയ്ക്ക് വിഷയമാക്കേണ്ട ഘടകങ്ങളാണ്. നമ്മൾ ഇപ്രകാരം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പ്രശോഭിതരായ ഈ താല്പര്യമുള്ള ഏകമനസ്സോടെ ബോധ്യങ്ങളുള്ള നവീകരണം സിദ്ധിച്ചവരായ നാം എല്ലാവരും ഇടവകയുടെ ഐക്യത്തിന്, നമ്മുടെ കുടുംബത്തിലെ ഐക്യത്തിന്, നമ്മുടെ കുടുംബ കൂട്ടായ്മകളുടെ ഐക്യത്തിന്, നമ്മുടെ സഹപ്രവർത്തകരുടെ ഐക്യത്തിന് എവിടെയെങ്കിലുമൊക്കെ കാരണമാവുന്നുണ്ടോ, അത് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് ആദ്യത്തെ കൂട്ടായ്മ എന്നുള്ളത് ഞാനും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്ന ആദ്യത്തെ കൂട്ടായ്മയുണ്ട്. അൽമായരാണെങ്കിൽ നമ്മുടെ കുടുംബമാണ്, സ്വന്തം കുടുംബത്തിലൊരു കൂട്ടായ്മയുണ്ട്. എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മക്കളും. ആ ജീവിത പങ്കാളിയും എൻ്റെ മക്കളുമാകുന്ന ആ കൂട്ടായ്മയിൽ എനിക്ക് പ്രകാശിക്കാനും എനിക്ക് പ്രശോഭിപ്പിക്കാനും, എന്നിലെ പരിശുദ്ധാത്മാവിനെ പ്രശോഭിപ്പിച്ച് സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഐക്യത്തോടെ, മറന്നും പുറത്തും ഒരു മനസ്സായി ഒരു കുടുംബത്തെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ അംഗമായിരിക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റികൾ, ആ കമ്മ്യൂണിറ്റിയിലെ ഒരംഗം, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരംഗമുണ്ട് എന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ ഏതെല്ലാം തരത്തിലുള്ള വിവിധ സ്വഭാവക്കാർ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരാണെങ്കിലും, വിവിധ തരത്തിൽ ചിന്തിക്കുന്നവരാണെങ്കിലും, വിവിധ സ്വഭാവക്കാരാണെങ്കിലും, വിവിധ പ്രകൃതക്കാരാണെങ്കിലും ഒരു യഥാർത്ഥത്തിൽ പ്രശോഭിക്കുന്ന ഒരംഗമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എല്ലാവർക്കും ഒരു ഐക്യം ഉണ്ടാക്കാൻ സാധിക്കും. എന്തുകൊണ്ട് നമ്മുടെ
കമ്മ്യൂണിറ്റികളിലും നമുക്ക് ആ ഐക്യമുണ്ട് എന്നൊരു അനുഭവവേദ്യമാവുന്നില്ല. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ ആ നവീകരണം സിദ്ധിച്ച് എന്ന് അവകാശപ്പെടുന്ന നമുക്ക് അത് അവിടെ നമ്മൾ ഐക്യപ്പെട്ട സമൂഹത്തിൽ പ്രശോഭിക്കാൻ സാധിക്കുന്നില്ല. ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് ധാരാളം പ്രസംഗിച്ച് ഒട്ടേറെ നമ്മുടെ അടയാളങ്ങൾ സാക്ഷ്യപ്പെടുത്താനൊക്കെ നമുക്ക് സാധിക്കും. പക്ഷെ എൻ്റെ വീട്ടിൽ, എൻ്റെ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് ആ ഒരു അടയാളമാവും, ഐക്യത്തിൻ്റെ അടയാളമാവാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ കുടുംബത്തെ, എൻ്റെ കമ്മ്യൂണിറ്റിയിലെ എനിക്ക് ഏക മനസ്സോടുകൂടി കൊണ്ടു നടക്കാൻ കഴിയുന്നുണ്ട്. അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ആ ഐക്യം നമുക്കവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോയി പ്രസംഗിക്കുമ്പോൾ ആളുകൾ പറയും, അവനവൻ്റെ വീട്ടിൽ ആദ്യം സുവിശേഷം പ്രസംഗിച്ചിട്ട് നാട്ടുകാരോട് പ്രസംഗിച്ചാൽ പോരെന്ന് ചോദിക്കും. അത് പലയിടത്തും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അവനവൻ്റെ കുടുംബത്ത്, അവനവൻ്റെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് പ്രസംഗിക്കാൻ പറ്റാത്തൊരു സുവിശേഷം പുറത്തു പോയി പ്രസംഗിച്ചാൽ അതിനകത്ത് അഭിഷേകം ഉണ്ടാവുമോ? പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രസംഗകനൊരു അഭിഷേകം ഉണ്ടാകും, പക്ഷേ സ്വീകരിക്കുന്നവർക്ക് അഭിഷേകം കുറവായിരിക്കും. പരിശുദ്ധാത്മാവ് തുറന്ന് നൽകും, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. പക്ഷേ അവനവൻ്റെ മനസാക്ഷിയിൽ കൈവച്ചിട്ട് പ്രസംഗിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളായിരിക്കുന്ന സമൂഹങ്ങളിൽ ഐക്യപ്പെട്ടവരാണോ, ഏക മനസ്സുള്ളവരായി തീർക്കാൻ കഴിയുന്നവരാണോ? അപ്രകാരം നമുക്ക് മറന്നും പുറത്തും ഒരു യോജിക്കാൻ കഴിയുന്ന തരത്തിൽ എല്ലാവരും കൂട്ടിച്ചേർക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ മനസ്സിലുണ്ടോ? അതല്ലേ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ലക്ഷണം. പ്രകാശിക്കുന്നതെല്ലാം പ്രശോഭിക്കണം. ആദ്യം പ്രശോഭിക്കേണ്ടത് എൻ്റെ വീട്ടിലാണ്, ആദ്യം പ്രശോഭിക്കേണ്ടത് എൻ്റെ കമ്മ്യൂണിറ്റിയിലാണ്. ആ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പ്രശോഭിച്ചില്ല എന്നുണ്ടെങ്കിൽ, ആ വീട്ടിൽ ഞാൻ പ്രശോഭിച്ചില്ല എന്നുണ്ടെങ്കിൽ വേറെ എവിടെ പ്രശോഭിച്ചാലും അതിനെല്ലാം മാറ്റു കുറയും. അപ്പോൾ ഏക മനസ്സോടുകൂടി ആദ്യം അവനവൻ്റെ കുടുംബത്ത്, രണ്ടാമത് അവനവൻ്റെ ബന്ധുജനങ്ങളുടെ ഇടയിൽ എല്ലാവരുടെയും സംപ്രീതിക്ക് പാത്രമാവുക എന്നുള്ളതാണല്ലോ കൂട്ടായ്മയുടെ ഒരു ലക്ഷണം, അവനവൻ്റെ ബന്ധുജനങ്ങളുടെ ഇടയിൽ. മൂന്നാമത്തെ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഏതെങ്കിലും മേഖലകളിൽ സേവനം ചെയ്യുന്നവരാണ്. അധ്യാപകരായിട്ട്, നഴ്സുമാരായിട്ട്, പിന്നെ രാഷ്ട്രീയക്കാരായിട്ട്, ഡോക്ടർമാരായിട്ട്, എഞ്ചിനീയർമാരായിട്ട്, വക്കീൽമാരായിട്ട്, അങ്ങനെ എന്തെല്ലാം മേഖലകളിൽ പ്രവൃത്തിയെടുക്കുന്നു. നമ്മൾ പ്രവൃത്തിയെടുക്കുന്ന മേഖലകളിൽ നമ്മളൊരു കൂട്ടായ്മയുടെ സാക്ഷ്യമാവുന്നുണ്ട്. ആം ഐ എ പേഴ്സൺ കോൾഡ് ആൻഡ് സെൻറ്റ് ആൻഡ് എ സിംബൽ ഓർ എ സൈൻ ഓഫ് യൂണിറ്റി? ഞാനൊരു ഐക്യത്തിൻ്റെ അടയാളമാണോ അവിടെ? ഞാനൊരു ഐക്യത്തിൻ്റെ അടയാളമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നവീകരണ പ്രസ്ഥാനത്തിലായിരിക്കുന്നതിൻ്റെ ഒരു അഭിമാനം എനിക്ക് കൊള്ളാൻ സാധിക്കുമോ? എന്നെ ജോലിയെടുക്കാൻ സ്ഥലത്ത്, എൻ്റെ ആശുപത്രിയിൽ, എൻ്റെ സ്കൂളിൽ, എൻ്റെ രാഷ്ട്രീയ മേഖലകളിൽ, എൻ്റെ കോടതിയിൽ, എൻ്റെ പിന്നെ കൃഷിസ്ഥലത്ത്, അങ്ങനത്തെ കൂട്ടായ്മകളിലൊക്കെ ഞാനൊരു ഐക്യത്തിൻ്റെ അടയാളവും ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുകയല്ല, ആളുകളെ തമ്മിൽ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്ന ആ ഒരു കൂട്ടായ്മയുടെ ഒരു അടയാളം ഞാൻ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെക്കുറിച്ചുള്ളൊരു ചിന്ത എന്തായിരിക്കും? അങ്ങേരെ പള്ളിയിൽ വലിയ ആളാണ്, പക്ഷേ എന്താ കാര്യം, അത് പള്ളിയിൽ കൊള്ളാം അങ്ങേരെ. അതുകൊണ്ടാണ് ആളുകൾ പറഞ്ഞു പോയി പള്ളി പറഞ്ഞാൽ എന്ന് പറഞ്ഞു. കാരണം പള്ളിയിൽ പറയാനേ കൊള്ളാവുള്ളൂ, പുറത്ത് പറയാൻ കൊള്ളില്ല എന്നതിൻ്റെ അർത്ഥം. പോയി പള്ളി പറഞ്ഞാൽ നമ്മളോട് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം പള്ളിയിലായിരിക്കുമ്പോൾ നമ്മൾ നല്ല മാന്യരാണ്, ഒരു കുഴപ്പമില്ല, നമ്മുടെ കൂടെ ഇരിക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ പള്ളിക്ക് പുറത്തു പോയി പറയാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം പള്ളിക്കകത്ത് നമുക്ക് കിട്ടിയ ആ പ്രകാശം പള്ളിക്ക് പുറത്ത് നമുക്ക് പ്രശോഭിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഐക്യത്തിൻ്റെ അടയാളമായിട്ട് നമ്മുടെ സഹപ്രവർത്തകരുടെ ഇടയ്ക്ക് നമുക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. നാലാമത്തെ, നമ്മുടെ ഇടവകയിൽ അവർ നമ്മുടെ കുടുംബ യൂണിറ്റുകളിൽ നമ്മുടെ ഇടവകയിൽ നമ്മളായിരിക്കുന്ന ആ ഒരു ശുശ്രൂഷ മേഖലയാണ് നമ്മുടെ ഇടവക എന്ന് പറയുന്നത്. ആ ഇടവകയിൽ നമ്മൾ ഒരു നവീകരിക്കപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ അവിടെ ഒരു ഐക്യത്തിൻ്റെ അടയാളമായി നിൽക്കാൻ കഴിയുന്നുണ്ട്. നീ പോയി സാക്ഷ്യപ്പെടുത്താനാണ് കർത്താവ് നമ്മോട് പറഞ്ഞു. എവിടെയാണ് പോയി സാക്ഷ്യപ്പെടുത്തേണ്ടത്? നമ്മൾ സാക്ഷ്യപ്പെടുത്തേണ്ടത് നമ്മൾ ആദ്യം കണ്ടത് നമ്മുടെ വീടാണ്, രണ്ട് നമ്മുടെ സഹോദരന്മാരാണ്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്. മൂന്നാമത് നമ്മൾ ജോലി എടുക്കുന്ന സ്ഥലമാണ്. നാലാമത്തേത് നമ്മുടെ ഇടവക എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അത് പലവകയായിരിക്കുന്ന സമയത്ത് ഒരു ഇടവക എന്നുള്ളത് ഒരു പ്രാർത്ഥിക്കുന്ന സമൂഹം, പള്ളിയിൽ കൂടുന്നവരുടെ, അല്ലെങ്കിൽ ഈ ഏത് പള്ളിയിലാണ് കൂടുന്നതെന്നാണ് പണ്ട് ചോദിച്ചിട്ടുണ്ട്, പള്ളിയിൽ കൂടുന്നവരുടെ ഒരു സമൂഹം, ഒരു കൂട്ടായ്മ അവിടെ നമുക്ക് രൂപീകരിക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ നമുക്ക് പിന്നെ ഒരു ചെറിയ തലത്തേക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാട് നീളം പ്രസംഗിച്ച് നടന്നാലും അവിടെയുള്ള നാട്ടുകാരെന്ത് പറയും? അങ്ങനെ നാട്ടുകാർക്ക് കൊള്ളാം, വീട്ടുകാർക്ക് കൊള്ളില്ല എന്ന് പറയും. പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു ഈ നവീകരണമെല്ലാം നമ്മുടെ ആ താഴെ തട്ടിൽ നിന്ന് തന്നെ നമ്മൾ ആരംഭിക്കണം. താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക്
ഈ നമ്മുടെ നവീകരിക്കപ്പെട്ടു എന്നുള്ളത് ബോധ്യമാണ്. അതുകൊണ്ടാണ് എല്ലാവരുടെയും സംപ്രീതിക്ക് പാത്രമായെന്ന് പറയുന്നത്. ആദ്യത്തെ കൂട്ടായ്മയുടെ ലക്ഷണങ്ങളിൽ പെട്ടതായിരുന്നു. ഒരു താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും. ഭവനം തോറും അപ്പം മുറിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എല്ലാ ഭവനങ്ങളിലും അപ്പം മുറിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഇപ്പം തമാശ രൂപത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. പലപ്പോഴും നമ്മൾ പിന്നെ ഉണ്ണീശോയെ കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ അമ്പ് കൊണ്ടുപോകുമ്പോഴോ പലപ്പോഴും പല സ്ഥലത്ത് നമ്മൾ കയറാറില്ല, കയറ്റാറുമില്ല എന്നുള്ളത്. ഇങ്ങനെയുള്ള നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ എവിടെ നമുക്ക് ഭവനം തോറും നമുക്ക് നമ്മുടെ അപ്പം മുറിക്കൽ. അപ്പം മുറിക്കൽ ഒരു പങ്കുവയ്ക്കലിൻ്റെ സ്നേഹക്കൂട്ടായ്മയുടെ അടയാളമാണ്. ഒരു 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 പുറത്തു നിന്ന് കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഞാനത് ഇത്ര തീക്ഷ്ണമായി നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. നമുക്ക് എല്ലാ ഭവനങ്ങളും, ഒരു ഭവനം പോലും അസ്പർശ്യമല്ല എന്നും കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ട എല്ലാ ഭവനങ്ങളും യേശുക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അധിക്ഷേപ സ്വരങ്ങൾ കേൾക്കേണ്ടി വന്നാലും, നമുക്ക് ആക്ഷേപം സഹിക്കേണ്ടി വന്നാലും, കർത്താവിൻ്റെ പേരിൽ നമുക്ക് അവരെല്ലാവരെയും എല്ലാ ഭവനം തോറും നമുക്ക് ഈ സ്നേഹത്തിൻ്റെ അപ്പം മുറിക്കൽ നടത്താൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ നമുക്ക് എല്ലാ വീട്ടിലൊന്നും കയറി ചെല്ലാൻ പറ്റുന്നുണ്ടോ? എല്ലാ വീട്ടിലേക്കും നമുക്ക് ചെല്ലാൻ നൊമ്പരത്തോടു കൂടി നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഞാനൊരാളുടെ പ്രസംഗിക്കുകയല്ല, നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവരും നമ്മുടെ സംഘത്ത് കൈവച്ച് നമുക്ക് ഈ ഭവനം തോറും ഈ ശുശ്രൂഷ നമ്മുടെ സ്വന്തം ഭവനങ്ങളിലെങ്കിലും ഭവനം തോറും ഈ അപ്പമുറിക്കൽ ശുശ്രൂഷ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ പങ്കുവയ്ക്കൽ ശുശ്രൂഷ നമുക്ക് നടത്താൻ പറ്റുന്നുണ്ടോ? അവിടെ നമുക്ക് ഹൃദയ ലാളിത്യവും ആഹ്ലാദവും ഉണ്ടോ? ഹൃദയത്തിൻ്റെ ലാളിത്യമാണ് പരിശുദ്ധാത്മാവ് വരുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം സിദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിലൂടെ വരങ്ങളും ദാനങ്ങളും സമൃദ്ധമായി പരിശുദ്ധാത്മാവ് വർഷിക്കുമ്പോൾ നമുക്ക് ലാളിത്യം കൂടുതലുണ്ടാവുകയും ചെയ്യേണ്ടത്. കാരണം പരിശുദ്ധാത്മാവ് അപ്രകാരം നമ്മൾ ലളിതമായ രീതിയിൽ വളരെ സുതാര്യമായ രീതിയിൽ എല്ലാവരുടെയും താല്പര്യത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ടു കൊടുക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷികളായിട്ട് മാറുന്ന ഒരു ഹൃദയ ലാളിത്യവും ഒരു ആഹ്ലാദവും നമ്മുടെ കൂട്ടത്തിലുണ്ടാവണം. അവർ ദൈവത്തെ സ്തുതിക്കുന്നവരാവണം. അവർ ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. അടുത്ത അടയാളമാണ് ദൈവത്തെ സ്തുതിക്കുന്നവരാവുക എന്ന് വെച്ചാൽ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. പക്ഷേ ദൈവത്തെ സ്തുതിക്കുമ്പോഴും നമ്മൾ സ്തുതിക്കുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു ആത്മശോധനയും വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ഇബ്രാഹിം ലിങ്കൺ പറഞ്ഞ പോലെ ഞാൻ ദൈവത്തോട് കൂടെ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അദ്ദേഹത്തെ എല്ലാവരും ധൈര്യപ്പെടുത്തി, ഒന്നും പേടിക്കേണ്ട, ദൈവം അങ്ങയോട് കൂടെയുണ്ടെന്ന്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ദൈവം എന്നോട് കൂടെയുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ദൈവത്തോട് കൂടെ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. നമ്മൾ ദൈവത്തെ സ്തുതിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് കൂടെ നിൽക്കുന്നവരായിരിക്കണം. ദൈവത്തോട് കൂടെ നിൽക്കാതെ ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തോട് കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിന്മയെ ചെറുത്ത് നിൽക്കണം. അതുകൊണ്ടാണ് യാക്കോസ്തയുടെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വചനം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പായിട്ട് വരുന്നു, നിങ്ങൾ പിശാചിനെ ചെറുത്ത് നിൽക്കണം, അവിടുന്ന് ഓടിപ്പോക്കോളും. ദൈവത്തോട് ചേർന്ന് നിൽക്കണം. നമുക്ക് തിന്മയെ ചെറുത്ത് നിൽക്കാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനാവില്ല. തിന്മയെ കണ്ണടച്ച് വെച്ചിട്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്, നമ്മൾ തിന്മയെ നമ്മൾ ചെറുത്ത് നിൽക്കുന്നില്ല, തിന്മയുടെ ഭാഗമായിട്ട് മാറുന്നില്ലെങ്കിൽ കൂടി തിന്മയെ നമ്മൾ കണ്ണടച്ച് ഒരു പക്ഷേ ഒഴിവാക്കുക ചെയ്യുന്നത്. തിന്മയ്ക്ക് എതിരെ ശക്തമായൊരു നിലപാടെടുത്ത് ആ തിന്മയെ ചെറുത്ത് നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമെന്ന് പറയാനാവില്ല. നമ്മെ സ്വാധീനിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ ഏതെല്ലാമാണ്? ആ തിന്മകളെ നമുക്ക് എന്തുമാത്രം നമുക്ക് ചെറുത്ത് നിൽക്കാൻ സാധിക്കുന്നുണ്ട്? നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് അല്ലേ നമ്മുടെ അട്രാക്ഷൻസ്? ഒരർത്ഥത്തിൽ ആലോചിച്ചാൽ മതി. നമ്മുടെ പ്രാർത്ഥനയിലെ യഥാർത്ഥത്തിലുള്ള ഡിസ്ട്രാക്ഷൻസാണ് എൻ്റെ അട്രാക്ഷൻസ്, അതാണ് എൻ്റെ തിന്മകൾ. ഞാൻ വർജിക്കേണ്ട തിന്മകളാണ് എൻ്റെ അട്രാക്ഷൻസായിട്ട് ഡിസ്ട്രാക്ഷനിലൂടെ എനിക്ക് എൻ്റെ മുമ്പിലേക്ക് വരുന്നത്. പക്ഷേ ആ ഡിസ്ട്രാക്ഷന് എൻ്റെ തിന്മയാണ്, എന്നിൽ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്ന തിന്മയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിന്മയ്ക്കെതിരെ വ്യക്തിപരമായും സംഘടിതമായും നമുക്ക് എതിർത്ത് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ തിന്മയെ ചെറുത്ത് നിൽക്കാതെ നമുക്ക് ഒരിക്കലും ദൈവത്തോട് ചേർന്ന് നിൽക്കാനാവില്ല. സാത്താനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാനാവില്ല. രണ്ട് വഞ്ചിയിൽ നമുക്ക് കാലുകുത്താനാവില്ല. ധനത്തെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാനാവില്ല. അപ്പോൾ പലപ്പോഴും നമ്മുടെ കോംപ്രമൈസുകൾ വരുന്നത്, നമ്മൾ പൊരുത്തപ്പെട്ടു പോകുന്നത് ഇന്നത്തെ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കോംപ്രമൈസുകൾ നടത്തുന്നു. ആ കോംപ്രമൈസുകളാണ് നമ്മുടെ അഭിഷേകം മുഴുവൻ ചോർത്തിക്കളയുന്നത്. ആ കോംപ്രമൈസുകൾ തിന്മയ്ക്കെതിരെ അല്ലെങ്കിൽ തിന്മയോട് തിന്മയ്ക്കെതിരെ നിൽക്കാത്തതിനാൽ തിന്മയോട് നാം പുലർത്തുന്ന ചില കോംപ്രമൈസുകൾ,
അത് സത്യസന്ധതയുടെ ഭാഗമാവാം, വിശ്വസ്തതയുടെ കാര്യത്തിലാവാം, നമ്മുടെ ഐക്യത്തിൻ്റെ കാര്യത്തിലാവാം, നമ്മുടെ കൂട്ടായ്മയുടെ കാര്യത്തിലാവാം, ഏകമനസ്സായിരിക്കുന്നതിൻ്റെ കാര്യത്തിലാവാം, ഭവനം തോറുമുള്ള സന്ദർശനത്തിൻ്റെ കാര്യത്തിലാവാം, എവിടെയെങ്കിലും അവിടെയെല്ലാം നമ്മുടെ അഭിഷേകം ചോർത്തി കളയുന്ന ചില അശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ നമ്മൾ ആ തിന്മയ്ക്കെതിരെ നമ്മൾ ജാഗ്രതയോടുകൂടി, അതുകൊണ്ടാണ് ഉണർന്ന് പ്രശോഭിക്കാൻ കർത്താവ് നമ്മോട് പറഞ്ഞത്. യെശയ്യാ പ്രവാചകൻ നമ്മോട് പറയുന്നതാണ് ഉണർന്ന് പ്രശോഭിക്കണം. വെറുതെ പ്രശോഭിച്ചിട്ട് കാര്യമില്ല. ഈ ഉണർവ് എന്ന് പറയുന്നത് എന്താണ്? ആ ഉണർവ് എന്ന് പറയുന്ന ഒരു ജാഗ്രതയാണ്. എന്തിനെതിരെയുള്ള ജാഗ്രതയാണ്? അത് എൻ്റെ അഭിഷേകം ചോർത്തിക്കളയുന്ന, എൻ്റെ ദൈവത്തിൽ നിന്നും എന്നെ അകറ്റുന്ന തിന്മയുടെ സ്വാധീനങ്ങൾക്കെതിരെ ഞാൻ പുലർത്തേണ്ട ജാഗ്രതയാണ്. ആ ഉണർവ് എന്നിലില്ല എന്നുണ്ടെങ്കിൽ, എന്നിൽ ഉണർന്നിരിക്കുന്നത് എപ്പോഴും അശുദ്ധാത്മാവായിരിക്കും എന്ന് നമ്മൾ മറക്കരുത്. അശുദ്ധാത്മാവ് ഉണർന്നിരിക്കുമ്പോൾ എൻ്റെ അഭിഷേകത്തിലൂടെ ഒരിക്കലും ഒരു പൂർണ്ണത കൈവരികയില്ല. കാരണം എൻ്റെ അഭിഷേകത്തെ തളർത്തിക്കളയുന്നത്, എൻ്റെ അഭിഷേകത്തിൻ്റെ ആ ശക്തി ചോർത്തിക്കളയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫലം ചോർത്തിക്കളയുന്നത് ഇപ്രകാരം ഞാൻ തിന്മയോട് പുലർത്തുന്ന ചില കോംപ്രമൈസുകളാണ്. അപ്പോൾ തിന്മയോട് വിട്ടുവീഴ്ച ഇല്ലാത്ത കടും പിടുത്തത്തോടുകൂടി ഒരു നോ പറയാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു പവർ ടു സേ നോ, അത് പരിശുദ്ധാത്മാവ് തരുന്ന വലിയൊരു ധീരതയാണ്. ധീരരും ശക്തരുമായിരിക്കേണ്ടത് ജീവൻ ബലികഴിക്കാൻ മാത്രമല്ല, ജീവിതം ബലികഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നിലകൊള്ളുന്ന ആശയങ്ങൾക്കും നമ്മൾ നിലകൊള്ളുന്ന വിശുദ്ധിക്കും വേണ്ടിയിട്ട്, നമ്മൾ നിലകൊള്ളുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട്, നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോംപ്രമൈസും തിന്മയ്ക്ക് വേണ്ടി ഒരു കോംപ്രമൈസ് നടത്താതെ പൂർണ്ണമായ ആ ഒരു ജീവിത ബലി അർപ്പിക്കുമ്പോഴാണ്. ജീവൻ ബലി അർപ്പിക്കാനായിട്ട് ഒരു നിമിഷത്തെ ഒറ്റ വിളി മതിയാവും ഒരുപക്ഷെ. പക്ഷെ ജീവിതം ബലി അർപ്പിക്കാൻ ജീവിതം ഉടനീളമുള്ള ഒരു സന്ധിയില്ലാത്ത സമരമുണ്ട്. ആ ജീവിതം മുഴുനീളം നടക്കുന്ന ഒരു സന്ധിയില്ലാത്ത സമരം, ആ സമരത്തിലാണ് നമ്മൾ ക്രൂശയെ നോക്കി യുദ്ധം ചെയ്യുന്നതെന്ന് മറക്കരുത്. നമ്മൾ ഒരിക്കലും ഒരു നിമിഷത്തിൽ പൂർണ്ണത പ്രാപിച്ചു, നവീകരിക്കപ്പെട്ടു എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പോലും നവീകരിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. കാരണം നവീകരണം എന്നുള്ളത് അനുദിനം തുടർന്നുകൊണ്ട് പോകേണ്ട, അനുനിമിഷം എന്നിലൂടെയും നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. എന്നിലും നടക്കണം, എന്നിലൂടെയും നടക്കണം. എന്നിലൂടെയും നടക്കേണ്ട ആ ഒരു നവീകരണം മാത്രമേ ഒരു പക്ഷേ യഥാർത്ഥത്തിലുള്ള കൂട്ടായ്മയിലേക്ക് നമ്മെ കൊണ്ടുവന്ന് എത്തിക്കുകയുള്ളൂ. അങ്ങനെ ഒരു കൂട്ടായ്മ നമ്മൾ സാധ്യമാക്കി തീർക്കില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എതിർ സാക്ഷികളായി മാറുകയും ചെയ്യും.